വെൽക്കം ടു ലിയോൺസ് ക്ലബ്. ഹലോ ഫ്രണ്ട്സ്, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള സൂപ്പർ ലഡുവാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലഡു തയ്യാറാക്കാനായി ആദ്യം തന്നെ പാനിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ലഡുവിന് ചെറിയ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ മതിയാകും. ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. കശുവണ്ടിയും ഉണക്കമുന്തിരിയും നിറം മാറി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത റവയാണ് വേണ്ടത്. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. ഇതിന് നിറം മാറേണ്ട ആവശ്യമില്ല. നെയ്യിൽ കിടന്ന് റവ മൂത്ത് നല്ല മണം വരും. ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. റവ ആവശ്യത്തിന് മൂത്തിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് മതിയാകും. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങ നിങ്ങൾ ചിരകിയെടുത്ത് കഴിയുമ്പോൾ ചില പീസുകൾ വലുതായി കിടക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അത് മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയും മൂത്ത ഒരു മണം വരും. തേങ്ങയുടെ നിറം മാറാൻ പാടില്ല. നല്ലൊരു മണം വന്നാൽ മതി. അതുപോലെ ഇവിടെ പാല് ഏറ്റവും ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത് തിളച്ച് വരാൻ. പാല് തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. പാല് അതിന് ശേഷം മൂടി തന്നെ വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പാട കിട്ടും. തേങ്ങയും റവയും കൂടി നെയ്യിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആദ്യം വറുത്തു വെച്ച കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിയേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരുപാട് സമയം ഇങ്ങനെ തീയിലിട്ട് ഇളക്കി കൊടുത്താൽ പഞ്ചസാര അലിഞ്ഞിട്ട് അത് ലൂസായി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. പക്ഷെ അതിൻ്റെ അളവ് കൂടി പോകാതെ നോക്കണം. ഇത് കുറച്ചു നേരം മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ആ ചൂട് മാറിയിട്ട് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന പരുവം ആകുമ്പോൾ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ റവ കുറച്ചൊന്ന് തണുത്തിയിട്ടുണ്ട്. ഒരുപാട് തണുക്കരുത്. ചെറിയൊരു ചൂടുണ്ടാവണം. ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. നേരത്തെ മഞ്ഞളിട്ട് തിളപ്പിച്ച് വെച്ച പാലാണ് ചെറിയ ചൂടോടുകൂടി റവയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഒരുപാട് പാൽ ഒഴിക്കരുത്. കുറച്ച് ഒഴിക്കാവൂ. കാരണം ചെറിയ ചൂടിൽ പാലൊഴിക്കുമ്പോൾ റവയിൽ കിടക്കുന്ന പഞ്ചസാര പെട്ടെന്ന് അലിയും. എന്നിട്ട് അത് കുതിർന്ന് കിട്ടും. അപ്പോൾ ഒരുപാട് പാലായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ലൂസായി പോകും. അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ടാവില്ല. അതിൽ അല്പം കുറവായിരിക്കും ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് അത് കുതിർന്നിട്ടുണ്ടാകും. ബാക്കിയുള്ള പാല് മാറ്റി വെച്ച് ഉരുട്ടുന്ന സമയത്ത് ഡ്രൈ ആണെങ്കിൽ കുറച്ചുകൂടി പാല് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇത് നന്നായി അമർത്തി പ്രസ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കണം. എന്നാലേ അത് കറക്റ്റായിരിക്കുള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റവ പൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നും. പക്ഷേ അങ്ങനെ പൊടിഞ്ഞു പോകില്ല. ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇപ്പോൾ പഞ്ചസാര അരിഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റായിരിക്കുന്നത് കൊണ്ടാണ് ലഡുവും സോഫ്റ്റായിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കഴിക്കുന്നത്. ആ സമയം കൊണ്ട് പഞ്ചസാര കട്ടിയായിട്ട് ലഡു ആവശ്യത്തിന് കട്ടിയായി കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. 10 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന സിമ്പിളും ടേസ്റ്റിയുമായ ravaladdum ഉണ്ടാക്കി നമുക്ക് ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ കുക്കിംഗ് സുന്ദരമാക്കാം.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത വീഡിയോ ഇടുവാനുള്ള ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമുക്കെല്ലാവർക്കും സുരക്ഷിതമായി ഇരിക്കാം.